നമ്മുടെ ആവശ്യങ്ങളെ ചോദിച്ചതിലും തിരിച്ചതിലും അത്യന്തപരമായിട്ട് നടത്തിയ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ രണ്ടാമത്തെ ചോദ്യം നമ്മൾക്ക് നേരെ ഒരു വിരൽ ചൂണ്ടല്ല. നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ഡു യു ഹാവ് ഇൻ യുവർ ഹോം? പറയുക, നിന്റെ വീട്ടിൽ എന്താണുള്ളത്? കുടുംബമായിട്ട് ഞാൻ നിന്നെ ആക്കിയപ്പോൾ നീ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ഞാൻ നിനക്കൊരു തക്കതായ തുണയെ തന്നു. പെട്ടെന്ന് നമ്മളോട് ചോദിക്കും, ഇതാണോ തക്കതായ തുണ? എന്നാൽ ഒരിക്കലും ഞാൻ ഏകനായിരുന്നു നടന്ന സമയത്ത് കർത്താവിനെ വിളിച്ച് വേർതിരിച്ച് ഒരു ദേവാലയത്തിന്റെ മുമ്പിൽ നിർത്തി പുരോഹിതന്റെ കയ്യാൽ കർത്താവിന്റെ കരം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അല്ലയോ മണവാള, ഈ മണവാട്ടിയാണ് നിനക്ക് രമ്യം, ഈ മണവാട്ടി നിനക്ക് രമ്യം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ഏതൻ പറുദീസയുടെ താക്കോൽ എന്നെ ഏൽപ്പിച്ച് പുതിയൊരു പറുദീസ സ്ഥാപിച്ച് എന്നെയും എന്റെ കുടുംബത്തെയും അയച്ച ദൈവം നമ്മളോട് ചോദിക്കും, അപ്പൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ നമ്മൾ കണക്ക് ചോദിച്ചാൽ പറയുക, tell me what do you have in your home? ഇത് നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഞാൻ നിന്നെ ആഗ്രഹിച്ചതുപോലെ, ഞാൻ നിന്നെ ആക്കി വെക്കാൻ ആഗ്രഹിച്ചതുപോലെ നിനക്കാകാൻ സാധിച്ചിട്ടുണ്ടോ? നിന്റെ മക്കളുടെ മുന്നിൽ, ഈ സഭയുടെ മുൻപാകെ ഞാൻ നിന്നെ ആഗ്രഹിച്ചതുപോലെ നിനക്കാകാൻ സാധിച്ചിട്ടുണ്ടോ? ഇവിടെ ഈ സ്ത്രീയോട് ചോദിക്കുക, എന്താ നിന്റെ കയ്യിലുള്ളത്? ഈ സ്ത്രീ മറുപടിയായിട്ട് പറയുന്നത്, ഒരു ഭരണി എണ്ണ അല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല. പ്രവാചകൻ പറയുകയാണ്, നീ അയൽഭവനത്തിലെല്ലാം ചെന്ന് വേഗം ചെന്ന് പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക, നീ അകത്തേക്ക് കയറുക, നീ വാതിലടയ്ക്കുക, നിന്റെ മക്കളുടെ വിഭാഗത്തിൽ നിൽക്കുമ്പോൾ നീ അവർക്ക് ഒഴിച്ചു കൊടുക്കുക, നിന്റെ മക്കൾ പാത്രം പിഴിക്കട്ടെ. മർമ്മപ്രധാനമായിരിക്കുന്ന വചനം, നീ അകത്ത് കയറി വാതിലടച്ച് നിന്റെ മക്കളുടെ വിഭാഗം പകർന്നു കൊടുക്കുക, നിന്റെ മക്കളോ പാത്രം പിഴിക്കട്ടെ. അതായത് ഞാൻ അകത്ത് കയറി വാതിലടച്ച് ഞാൻ എന്താണോ എന്റെ മക്കൾക്ക് കൊടുക്കുന്നത് അതത്രേ അവരുടെ പാത്രങ്ങളിൽ നിറയുന്നത്. ഞാനാണ് പറയാണ്, ഫാദർ ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി ആൻഡ് ഫാദർ ഷുഡ് ബി ദ ഹെഡ് ഓഫ് ദ ഫാമിലി. അമ്മയാണ്